തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ സമഗ്ര അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചു. എം.ആർ. അജിത് കുമാറിന്റെ വീഴ്ച DGP അന്വേഷിക്കും. ഗൂഢാലോചന ക്രൈംബ്രാഞ്ചും ഉദ്യോഗസ്ഥ വീഴ്ച ഇന്റലിജൻസും അന്വേഷിക്കും. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ന്യായീകരണമുണ്ടായി. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, ഈ പൂരം കലക്കലിൽ വിവാദങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ ത്രിതല അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഈ നിലവിലത്തെ സാഹചര്യത്തിൽ CPA തൃപ്തിപ്പെടുത്താൻ വിശദമായ അന്വേഷണം നടത്തുകയില്ലാതെ വേറൊരു വഴിയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ സമീപനം CPI ഈ വിഷയത്തിൽ തുടർന്ന സാഹചര്യത്തിൽ ADGPക്കെതിരെ അടക്കം ഈ വിഷയങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ത്രിതല അന്വേഷണം തന്നെ നടത്താൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്തത്. നിലവിൽ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലത്തെ അന്വേഷണ രീതികൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് ഉദ്യോഗസ്ഥ വീഴ്ച ഇന്റലിജൻസ് പരിശോധിക്കും. പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്രൈംബ്രാഞ്ചിന് പരിശോധിക്കും. അതോടൊപ്പം തന്നെ M.R. അജിത് കുമാറിനുണ്ടായിട്ടുള്ള വീഴ്ചകൾ നേരത്തെ പോലെ തന്നെ DGPയുടെ നേതൃത്വത്തിൽ അതിനുള്ള പരിശോധന നടത്തുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്തായാലും ഫലത്തിൽ ADGPയെ പൂർണ്ണമായും മാറ്റുന്ന ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ നിലവിൽ ഈ അന്വേഷണങ്ങൾ നടക്കുമ്പോഴും ADGP M.R. അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ സ്ഥാനത്ത് തുടരുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും CPI തൃപ്തിപ്പെടുത്താൻ വീണ്ടും ഒരു അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയം CPIക്ക് അതൊരു രാഷ്ട്രീയ തോൽവിയാണെന്നുള്ളതും അല്ലെങ്കിൽ ജനങ്ങൾ തോൽപ്പിച്ചതാണെന്നുള്ള ഒരു നിലപാടോ അത് അംഗീകരിക്കാനോ CPI ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക കാരണമൊക്കെ കണ്ടുപിടിക്കാൻ CPIക്ക് ഈ തൃശ്ശൂർ പൂരവിവാദം അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ഉപയോഗപ്പെടുന്നു എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ കാണാതെ പോകരുത്. എന്തായാലും തുടർ സമ്മർദ്ദങ്ങളുടെ ഫലമായി ADGPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നു. ആ വിഷയത്തിൽ ADGPക്ക് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിശോധിക്കും. പൂരം കലക്കുന്നതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടെങ്കിൽ അതിൽ അന്വേഷണം. അതോടൊപ്പം തന്നെയാണ് ഈ മൊത്തത്തിൽ ഉദ്യോഗസ്ഥർക്ക് എന്തെല്ലാം വീഴ്ചകൾ വന്നിട്ടുണ്ടോ അക്കാര്യത്തിൽ ഒരു ഇന്റലിജൻസ് പരിശോധനയ്ക്കും ഇപ്പോൾ ക്യാബിനറ്റ് യോഗത്തിന്റെ തീരുമാന പ്രകാരം ഇതിങ്ങനെ നടപടിയെടുക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രജിത്തോപ്പം തന്നെ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. എന്തായാലും എറണാകുളം CJM കോടതിയിൽ ഈ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്താൻ പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സ്വകാര്യ അന്യായമൊക്കെ ഫയൽ ചെയ്യപ്പെട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് എന്ത് ന്യായീകരണമാണ് നടത്തുന്നത്? മാത്രമല്ല PR ഏജൻസിയെ താനോ തന്നെ സർക്കാരോ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഒരു ന്യായീകരണം ഉണ്ടായല്ലോ. അതൊക്കെ ഏത് സാഹചര്യത്തിലായിരുന്നു? ആകെ ഒരു ഉരുണ്ട് കളിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ വരുന്നു. പിന്നീട് ആ ഇന്റർവ്യൂവിൽ ഒരു പരാമർശം അത് ചർച്ച ചെയ്യപ്പെടുന്നു. അത് പ്രത്യേകിച്ച് മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള മലബാറിൽ നിന്നുള്ള തീവ്ര മുസ്ലിം വിഭാഗങ്ങളടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പിന്നീട് പാർട്ടിയിൽ തന്നെ അല്ലെങ്കിൽ മുന്നണിയിൽ തന്നെ ഇത്തരമൊരു വിഷയം വീണ്ടും ചർച്ചയാക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ചർച്ചയൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ വളരെ വൈകിയാണെങ്കിലും ഹിന്ദു ദിനപത്രത്തിൽ മലപ്പുറം സംബന്ധിച്ച ഒരു പരാമർശം താൻ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കുന്നു. പത്രത്തോട് ഇത് സംബന്ധിച്ച വിശദീകരണവും ചോദിക്കുന്നു. ഒടുവിൽ പത്രം മറുപടി നൽകുമ്പോൾ മുഖ്യമന്ത്രി സമാനതകളില്ലാത്ത കുരുക്കിലേക്കാണ് പോയി വീഴുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു ദിനപത്രം തന്നെ പറയുന്നു, ഒരു PR ഏജൻസിയാണ് തങ്ങൾക്ക് ഈ രീതിയിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വേണമെന്ന് അല്ലെങ്കിൽ വേണമെങ്കിൽ അതിനുള്ളൊരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ട് എന്ന് അറിയിക്കുന്നതും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതെന്നുമൊക്കെ. അതോടൊപ്പം തന്നെ ഈ പത്രം പറയുന്നുണ്ട്, അവിടെ എത്തുന്ന സമയത്ത് ലേഖിക ഈ അഭിമുഖത്തിനായി എത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒപ്പം ഈ PR ഏജൻസിയിലെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് പിന്നീട് വലിയ വിവാദമായി മാറുന്നു. അതിനൊക്കെ മുഖ്യമന്ത്രി നൽകിയ ന്യായീകരണം എന്ന് പറഞ്ഞാൽ PR ഏജൻസിയെ ഒന്നും താൻ ചുമതലപ്പെടുത്തിയിട്ടില്ല, താനോ തൻ്റെ ഓഫീസോ അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു നടപടികളും സ്വീകരിച്ചില്ല. താൻ കരുതിയത് ഈ വന്ന ആളുകൾ PR ഏജൻസിയുടെ ആളുകൾ എന്ന് പത്രം പറഞ്ഞ ആളുകൾ അവർ ഈ പത്രസ്ഥാപനത്തിന്റെ ആളുകൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്കൊപ്പമുള്ള മാധ്യമപ്രവർത്തകർ തന്നെയായിരിക്കും എന്നാണ് താൻ കരുതിയത് എന്നുള്ളതാണ് ഒരു ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒട്ടും ശക്തിയില്ലാത്ത ഒരു വിശദീകരണം മുഖ്യമന്ത്രി നൽകിയത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ മാധ്യമ സ്ഥാപനം നൽകിയിട്ടുള്ള വിശദീകരണം തെറ്റാണെങ്കിൽ, അവർ പറയുന്നത് ശരിയല്ലാത്തൊരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് വ്യക്തമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത്. അതുതന്നെയാണ് ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷ വിമർശനത്തിനടക്കം ഉണ്ടായി അല്ലെങ്കിൽ അതിലേക്ക് കടക്കം വഴിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. കാരണം മാധ്യമങ്ങൾ എടുത്തു ചോദിച്ചൊരു മറ്റൊരു ചോദ്യമുണ്ട്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ള ഗണത്തിൽപ്പെടുന്ന ആളാണ്. അവിടേക്ക് എങ്ങനെയാണ് അപരിചിതരായ ആളുകൾക്ക് ഇങ്ങനെ വന്നു കയറാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യം, അതിനും കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.